ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. കേരളത്തിന്റെ ഭരണരീതി, വികസന അനുഭവങ്ങൾ, സാംസ്കാരിക പൈതൃകം എന്നിവ അടുത്തറിയുന്നതിനായി സി കേരള നോ കേരള എന്ന യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം 28 വരെ വിവിധ ജില്ലകളിലായി സംഘടിപ്പിക്കും. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ പദ്ധതിയുടെ ഭാഗമായി കലാമണ്ഡലത്തിലെത്തി. കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമി 2020 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സ്ഥാപിതമായിട്ടുള്ള കേരള സർക്കാരിൻ്റെ പൊതുഭരണ വകുപ്പിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളെ യൂണിയൻ ടെറിട്ടറീസ് ഉൾപ്പെടെ 32 സ്ഥലങ്ങളിൽ നിന്നുള്ള 32ഓളം ഡെലിഗേറ്റ്സ്, ഓരോ സ്റ്റേറ്റിൽ നിന്നും ഓരോ യൂണിയൻ ടെറിട്ടറീസിൽ നിന്നും ഓരോരോ ആളുകൾ വീതം ആകെ 32 ആളുകളാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത്. നമ്മൾ ഫെബ്രുവരി മാസം 19-ാം തീയതി കണ്ണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫെബ്രുവരി മാസം 28-ാം തീയതി തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന രീതിയിലാണ് ഈ 10 ദിവസത്തെ യാത്ര ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു എക്സ്പോഷർ വിസിറ്റ് എന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ കേരള കലാമണ്ഡലമാണ് സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം കേരള കലാമണ്ഡലത്തിന് ശേഷം പാഞ്ഞാളിലേക്ക് പോകും. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് സന്ദർശനമുണ്ട്. അതിനുശേഷം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ സന്ദർശിക്കുന്നുണ്ട്. തൃശ്ശൂരിലെ പുത്തൻപള്ളി സന്ദർശിക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ പൈതൃകവും സാംസ്കാരികതയും വിളിച്ചോതുന്ന സന്ദർശനങ്ങൾ, കേരളത്തിൻ്റെ വികസന മാതൃകകൾ ഇവരെ കാണിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടിയാണ് വിവിധങ്ങളായ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും മാതൃകകൾ സന്ദർശിക്കുകയും ചെയ്യുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ യാത്ര ഫെബ്രുവരി മാസം 28-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. കളരികളിലും കഥകളി വേഷങ്ങൾ തയ്യാറാക്കുന്ന കോപ്പുപുരകളിലും സന്ദർശിച്ചു. തുടർന്ന് എൻ്റെ കേരളം നൃത്താവിഷ്കാരം കലാമണ്ഡലം കൂത്തമ്പലത്തിൽ അവതരിപ്പിച്ചു. കഥകളി, കൂടിയാട്ടം, തുള്ളൽ, മോഹിനിയാട്ടം, ഭരതനാട്യം, കളരി എന്നിവയും നടന്നു. കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമി മാനേജർ കാർത്തിക് ഗോപാൽ, പ്രൊജക്ട് കോർഡിനേറ്റർമാരായ ബിപിൻ ബേബി, അനന്തു കൃഷ്ണൻ, അശ്വതി എസ് തുടങ്ങിയവർ പറഞ്ഞു. മധുചൊരിയുന്നൊരു സംസ്കാരം, ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.